അപ്പോൾ അടുത്ത വണ്ടി ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് നമ്മുടെ കിടക്കുന്നത് 2016 മോഡൽ ആൾട്ടോ കേട്ടൻ VXi ഓട്ടോമാറ്റിക്. ഫുൾ ലോണിൽ ഇതും നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. 20,000 ബിലോ നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് എങ്ങനെ ഷോറൂമിൽ ഇറങ്ങണോ അതേ കണ്ടീഷനിലുള്ള 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2012 മോഡൽ റിറ്റ്സ് LXi 12 മോഡൽ വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. GST ഓഫീസറുടെ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടി. ഒന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 30,000 കിലോമീറ്റർ ജെനുവിൻ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 2017 മോഡൽ i20 ആസ്ത 6 എയർ ബാഗ് തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇൻബിൽറ്റ് ആംബ് അടക്കം വരുന്ന വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടി. നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് നമുക്ക് പറയാം. ഒരു 45 രൂപ ഡൗൺ അടച്ചാൽ ഇറക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ നമുക്ക് പെർ ലാഖിന് എത്ര EMI വരും? പെർ ലാഖിന് നമുക്ക് 2,800 രൂപ 4 വർഷത്തേക്ക്. 4 വർഷത്തേക്കാണ് ആവറേജ് വന്നത്. ബാക്കി പുഷ് ബട്ടൺ ആണ്, കീലെസ് എൻട്രി ആണ്, അലോയ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇന്ത്യയിലൊക്കെ നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. നമുക്ക് 275 ലാസ്റ്റ് വണ്ടി കൊടുക്കാം. ഈ ഒരു പ്രൈസിൽ ന്യൂ ഷേപ്പ് വണ്ടി കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് വണ്ടികൾ കുറെ വരാനുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലാതെ ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ നമ്മൾ വീണ്ടും SK കാശിൽ വന്നിരിക്കുകയാണ്. അഫ്സലിക്ക, സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞേ. കളമശ്ശേരി അപ്പോളോ ടൈസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മുടെ പില്ലർ നമ്പർ മെട്രോ പില്ലർ നമ്പർ 257. 257 നോട്ട് ചെയ്ത് വെച്ചു. 257 തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ SK കാശ് വരുന്നത്. 2 ഷോറൂം ഉണ്ട്. അതിലൊരു ഷോറൂമാണിത്. അപ്പുറത്തും പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡിലെ കൈപ്പട മോളിലാണ് അടുത്ത ഷോറൂം. അപ്പോൾ അവിടുത്തെ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. ഒരുപാട് സംസാരിക്കണം. നമുക്ക് ഇടയിൽ കാര്യങ്ങൾ പറയാം. ആദ്യത്തെ വണ്ടി ജാസ് ആണ്. ജാസ് ഓട്ടോമാറ്റിക് CVT 2015 മോഡല് SCVT സെക്കൻഡ് ഓണർ 80,000 കിലോമീറ്റർ ഓടുന്ന വണ്ടി. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്. നോ റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നീറ്റ് വണ്ടി. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? നമ്മൾ ഇതിന് ചോദിക്കുന്നത് 480. 480 ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിനകത്തൊരു 4.50 വരെ നമുക്ക് ലോൺ കയറുന്ന വണ്ടി. ലോൺ കയറും അല്ലേ? നമുക്ക് 2012 തൊട്ടുള്ള വണ്ടികൾക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടി എത്തിയോസ്. അടുത്ത വണ്ടി വരുന്നത് നമ്മുടെ എത്തിയോസ് 2011 മോഡല്. 11 മോഡല്. ഇത് നമ്മൾ ചോദിക്കുന്ന വരെ 2.75 lakhs. 2,75,000. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? 97,000. ഫുൾ ഓപ്ഷൻ വണ്ടി V ആണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റും ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ഓക്കെ, വിൻഷീൽഡ് ഗ്ലാസ്, ഫ്രണ്ടിലത്തെ വിൻഷീൽഡും ബോണറ്റും മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. 2,70,000 ആണ് ചോദിക്കുന്നത്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. പെട്രോൾ വണ്ടി ചെറുതായിട്ട് നമുക്ക് വ്യത്യാസം ചെയ്തു. പെട്രോൾ വണ്ടിയാണ്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഉള്ളിലൊരു സിറ്റി കിടപ്പുണ്ട്. ഡീസൽ 2014 മോഡല്. ഓക്കെ, സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വണ്ടി. ഡീസൽ മാനുവൽ സൺറൂഫ് വരുന്ന വണ്ടി. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ വരുന്നത് 80,000. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 6,25,000 രൂപ. 6,25,000 ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിനാൻസ് കിട്ടുമല്ലോ ഇതിന്? ഫിനാൻസ് കിട്ടും. ഇതിന് 6 lakhs വരെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ് ഹോണ്ട സിറ്റി. 1 രൂപ അടയ്ക്കാതെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ അടുത്ത ഡീസൽ വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി എക്കോസ്പോർട്ട് പെട്രോൾ ഓട്ടോമാറ്റിക്. 2015 മോഡൽ വണ്ടി. കിലോമീറ്റർ വരുന്നത് 80,000. 62,000 ഉള്ളൂ. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. നല്ല നീറ്റ് വണ്ടി. ടൈറ്റാനിയം പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. 6 എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന വില ഇത് നമുക്ക് 4.25 വണ്ടിക്ക് ചോദിക്കുന്നത്. 4 രൂപ വരെ ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. 4 രൂപ വരെ ലോണും ചെയ്യാൻ പറ്റും. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ നോക്കിക്കോളൂ, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. വണ്ടിയൊക്കെ അടിപൊളി കണ്ടീഷനായിരിക്കും കേട്ടോ. എങ്ങനെ വന്നാലും കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെതായ ഒരു നീറ്റ്നെസ് വണ്ടിയിലുണ്ടാവും. തീർച്ചയായും നീറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ചെയ്യും. തേഞ്ഞ ടയറൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി അതൊക്കെ നീറ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ് നമ്മുടെ കിടക്കുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് 2016 മോഡൽ ആൾട്ടോ കേട്ടൻ VXi ഓട്ടോമാറ്റിക്. 3 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 48,000 കിലോമീറ്റർ. 48,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പാണ്. ഓണർഷിപ്പിലാണ് വരുന്നത്. ഇന്റീരിയർ ലോക്കായി പോയോ? ഇന്റീരിയർ കാണിക്കാം. വണ്ടി ഷോക്ക് കണ്ടീഷനല്ലേ കിടക്കുന്നത്? വക്കീലിന്റെ വണ്ടിയായിരുന്നു തോന്നുന്നു. അഡ്വക്കേറ്റിന്റെ വണ്ടിയാണ്. ആള് NRI പുറത്തോട്ട് പോയപ്പോ
പുറത്തോട്ട് പോയപ്പോൾ ഇതാക്കിയതാണല്ലേ. വക്കീലിന്റെ വണ്ടിക്ക് സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല, ആരോടിച്ചാലും വണ്ടി തന്നെയാണ്. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിന്റെ പേരിൽ ഡോക്ടർ യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും വണ്ടി വിറ്റ് കാശ് മേടിക്കാനുള്ളത് പറയാറില്ല. അതിന് കൂടുതൽ നെഗറ്റീവ്. അതെ, പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ആൾക്കാർ ഉള്ള സ്റ്റിക്കർ നമ്മൾ പൊളിച്ചോളേണ്ട ആവശ്യമില്ല, നമ്മളായിട്ട് ഒട്ടിക്കേണ്ട കാര്യവുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വണ്ടി പഞ്ച് വരുന്നത് 2021 മോഡല് അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഇത് നമുക്ക് വരുമ്പോ 6,45,000 രൂപ. ഓക്കെ, ഫുൾ ലോണിൽ ഇതും നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. 20,000 ബിലോ നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് എങ്ങനെ ഷോറൂമിൽ ഇറങ്ങണോ അതേ കണ്ടീഷനിലുള്ളത്, അതേ കണ്ടീഷനിൽ കിടക്കാണ്. അപ്പോൾ വില എത്രയായിരുന്നു? 6,45,000. 6,45,000 ആണ് ചോദിക്കുന്ന വില. ഫിനാൻസ് കയറും, ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 0 ഡൗൺ പേയ്മെന്റിൽ നിന്ന് കിടക്കാം കേട്ടോ. ഡോർ തുറക്കണല്ലേ? അപ്പൊ ഇന്റീരിയർ എല്ലാം പറഞ്ഞ പോലെ തന്നെ വണ്ടി എങ്ങനെ ഇറക്കിയോ ആ ഒരു കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, നീറ്റ് ആയിട്ട് നടക്കുന്നു. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അടുത്തൊരു ലോ കിലോമീറ്റർ വണ്ടിയിലോട്ടാണ് വന്നത്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2012 മോഡല് റിറ്റ്സ് LXi. 12 മോഡൽ വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. GST ഓഫീസറുടെ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടി, ഒന്നും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 30,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഇത് ഏതായിരുന്നു വേരിയന്റ്? LXi പെട്രോൾ വണ്ടിയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും എല്ലാ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. എല്ലാ വണ്ടികളിലും കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. പിന്നെ 30,000 കിലോമീറ്റർ ആയതുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ആൾക്കാർക്ക് സംശയം വരും, സ്വാഭാവികമായിട്ടും വരും. 12 വർഷം കൊണ്ട് ഇത്ര ഓടിയിട്ടുള്ളൂ എന്നുള്ള ഒരു ഇത് വരും. ആൾക്ക് വേറെ കമ്പനി പ്രൊഫൈൽ വണ്ടി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്ന വണ്ടി മാത്രമേ സെക്കൻഡറി വണ്ടി യൂസ് ചെയ്തത്. അപ്പോ വില എത്രയായിരുന്നു? ഇത് വരുന്നത് നമുക്ക് 2.95 lakhs. 2.95, 2,95,000 ആണ് ചോദിക്കുന്നത്. ഫിനാൻസ് കയറും. നമുക്ക് 2.5 ലക്ഷം വരെ ഫിനാൻസ് ചെയ്യും. 2 ലക്ഷം രൂപ ഫിനാൻസ് കയറും. നമുക്ക് ഫിനാൻസിന് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ചെക്ക് ലീഫ്, ഫോട്ടോ, പിന്നെ സാലറി, ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ട് വാടക വീടുള്ളവർക്കും വണ്ടി എടുക്കാം. വാടക വീടുള്ളവർക്ക് പ്രൊഫൈല് നോക്കും, അവർ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടാണ് അവർ ചെയ്യുള്ളൂ. മറ്റേ ട്രാക്കും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. സിബിൽ സ്കോർ ഒരു 700 റേഞ്ചിലായിരിക്കും വേണ്ടി വരും. അപ്പൊ അത് ഓപ്ഷൻ ഉണ്ട്. എന്നാലും ഇതുപോലെ ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. പറഞ്ഞ ഫുൾ ലോണും കയറണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. കൂടുതൽ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത കിഡ് അതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 80,000 ഓടിയ വണ്ടിയാണ്. വേരിയന്റ് ഏതായിരുന്നു? ഇത് വേരിയന്റ് വരുന്നത് RXT ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ചോദിക്കുന്ന എത്ര? ഇത് നമ്മൾ ചോദിക്കുന്നത് 3 രൂപ. 3 ലക്ഷം രൂപയാണ് ഈ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ചോദിക്കുന്ന വില. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസ് കയറും. എത്ര രൂപ കയറും ഇനി? ഇത് വരുമ്പോൾ നമുക്കൊരു 275 3 അടുപ്പിച്ച് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഏകദേശം 90% ലോൺ വീഴാനുള്ള സാധ്യതയുണ്ട്. ചെയ്യാൻ പറ്റും. വണ്ടിയെല്ലാം നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തൊരു i20. ഇത് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 2017 മോഡല് i20 ആസ്ത 6 എയർ ബാഗ് തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇൻബിൽറ്റ് ആംബ് അടക്കം വരുന്ന വണ്ടിയാണ്. നമുക്ക് വരുന്നത് ഇത് 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഫുൾ കമ്പനി സർവീസ്. ഒരു NRI കസ്റ്റമർ തന്നെയാണ്. നല്ല വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടി. നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് നമുക്ക് പറയാം. എല്ലാ വണ്ടികളും ക്ലീൻ പീസ് ആണോ? നമ്മൾ വീണ്ടും പറയുന്നു. ഒരു വണ്ടിയിൽ വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് അത് പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. അത് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലേ? തീർച്ചയായും. ഇതും ക്ലീൻ പീസ് വണ്ടിയാണ്, ബാക്കിയുള്ളതും ക്ലീൻ പീസ് വണ്ടി തന്നെയാണ്. അപ്പൊ ഇതിന് എത്ര ചോദിക്കണം? 6.45. എന്തെങ്കിലും അഡ്ജസ്റ്റ് ആവൂലേ? 6 lakhs വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 6 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 45 രൂപ ഡൗൺ അടച്ചാൽ ഇറക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോ നമുക്ക് പെർ ലാഖിന് എത്ര EMI വരും? പെർ ലാഖിന് നമുക്ക് 2,800 രൂപ 4 വർഷത്തേക്ക്. നമുക്ക് 4 വർഷത്തേക്കാണ് ആവറേജ് വന്നത്. പിന്നെ 3 വർഷമാണെങ്കിൽ നമുക്ക് 3,500 രൂപ വരും. പിന്നെ 5 വർഷം കിട്ടുകയാണെങ്കിൽ 2,400 രൂപ വരും. ഒരേ ഇതനുസരിച്ചിട്ട്. മാരുതി വണ്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലോൺ കയറുന്നത്. വർഷം ഇയർ കൂടുതലുള്ള 15 വർഷം കിട്ടുക മാരുതിക്കും ടയോട്ടൊക്കെ ആയിരിക്കും. ബാക്കിയുള്ള വണ്ടികളൊക്കെ 12 വർഷം ലൈഫ് വെച്ചിട്ടായിരിക്കും കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അടുത്ത സ്വിഫ്റ്റ് 2014 മോഡൽ VXi മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 80,000 കിലോമീറ്റർ ഓടിയേക്കാണ്. പെട്രോൾ വേരിയന്റ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 4,10,000 രൂപ. 4,10,000. ഓണർഷിപ്പ് ഏതായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ് 4,10,000. 10,000. 4,10,000 ചോദിക്കുന്ന വില. ഫിനാൻസ് കയറും. നമുക്ക് 3,500 രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കും. 3,500 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. വണ്ടി കിഡ്ലൻ കണ്ടീഷൻ കിടക്കുകയാണ്. ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും സിംഗിൾ ഓണർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 78,000 കിലോമീറ്റർ. എന്റെ ബ്രദറിന് NRI ആയിരുന്നു. പുള്ളി വന്നപ്പോൾ 2 മാസം യൂസ് ചെയ്യാൻ വേണ്ടി എടുത്താണ്. അപ്പൊ പുള്ളി നമുക്ക് പേര് മാറാതെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അങ്ങനെ പേര് മാറിയെന്നുള്ളൂ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്ത വീണ്ടും ഒരു i20 ഉണ്ടല്ലോ. i20 ഡീസൽ 2014 മോഡൽ. ഇതും ആസ്ത തന്നെയാണ്. ആസ്ത ഓപ്ഷനിൽ ഇല്ല. 2 എയർ ബാഗ് വരുന്ന വണ്ടി. ഡീസലാണ്. 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ ഓപ്ഷനിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. 6 എയർ ബാഗ് വന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ. ബാക്കി പുഷ് ബട്ടൺ ആണ്, കീലെസ് എൻട്രി ആണ്, അലോയ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എത്രയാണ് ചോദിക്കുന്നത്?
ഇത് നമ്മൾ ചോദിക്കുന്ന വില 4,95,000 രൂപ. 4,95,000 ചോദിക്കുന്ന വില. 4.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 4.5 വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് വരെയാണ്. സ്വിഫ്റ്റ് ഇത് നമുക്ക് 2011 ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് LXi ആണ്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് പവർ വിൻഡോ, 4 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. കസ്റ്റമറുടെ വണ്ടിയാണ്. ടച്ച് ആൻഡ് പോളിഷിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. LXi മോഡലാണ് എന്നുള്ളതേ. പക്ഷെ നമുക്ക് ആ പ്രൈസ് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് 275 ലാസ്റ്റ് വണ്ടി കൊടുക്കാൻ പറ്റും. 275 ലാസ്റ്റ്. ഓണർഷിപ്പ് ഏതായിരുന്നു? സെക്കൻഡ് ഓണർ. 60,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. 60,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇന്ത്യയിലൊക്കെ നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ചെറിയ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. നമുക്ക് 275 ലാസ്റ്റ് വണ്ടി കൊടുക്കാം. ഈ ഒരു പ്രൈസിൽ ന്യൂ ഷേപ്പ് വണ്ടി കിട്ടുന്നത് വളരെ കുറവായിരിക്കും. LXi ആണെന്നുള്ളൂ. പക്ഷേ അഡീഷണൽ ആയിട്ട് ഇത്ര ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരു വണ്ടികൾക്കും ഉണ്ടാവില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞായിരിക്കും തരുന്നത്. ബാക്കിയുള്ള മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും. അതെല്ലാം ഗ്യാരണ്ടി വന്നേക്കാം. എല്ലാ വണ്ടികളിലും ഗ്യാരണ്ടി വന്നേക്കാം. അതാണ് ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ഉറപ്പിട്ടോ. അടുത്ത ഒരു കിഡ് വീണ്ടും 2020 മോഡല് 29,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 4,30,000 രൂപ വണ്ടി കൊടുക്കാം. 4,30,000 കൊടുക്കാം. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. എത്ര ലോട്ട് ഓടിയുണ്ട്? ഇത് 29,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. കിഡ് ഓട്ടോമാറ്റിക് ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടി. ന്യൂ ഷേപ്പ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? അടുത്തൊരു ഡാറ്റ്സൺ റെഡിഗോ. ഇത് വരുന്നത് 2016 മോഡല് 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. നമുക്ക് 190 കൊടുക്കാൻ പറ്റും. 190 ഫുൾ ലോൺ 175 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 190 ചോദിക്കുന്നത്. 175 വരെ ലോൺ കിട്ടും. ഫുൾ ലോണിൽ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ അല്ലെങ്കിൽ മാക്സിമം ലോൺ കയറുന്ന വണ്ടിയാണ്. നീറ്റ് കണ്ടീഷൻ കിടക്കാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡിക്കി റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡിക്കി മാത്രം റീപ്ലേസ്മെന്റ് ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. നല്ല നീറ്റായിട്ട് എടുക്കുകയാണ്. ചെറിയ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അല്ലേ? തീർച്ചയായും 2 രൂപ താഴെ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. അടുത്തൊരു വാഗണർ. ഇത് വരുന്നത് നമ്മുടെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ്. 2006 മോഡലാണ്. 2007 ഷേപ്പാണ് വന്നേക്കുന്നത്. ന്യൂ മോഡലാണ് വന്നേക്കുന്നത്. നമുക്കിത് 1,10,000 രൂപ കൊടുക്കാൻ പറ്റും. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതാണ്. ഇന്നത്തെ വീഡിയോ ഏറ്റവും വില കുറഞ്ഞ കിലോമീറ്റർ വന്നാൽ 92,000 കിലോമീറ്റർ. 92,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് 3+ ഉണ്ട്. 3+ ഉണ്ട്. എന്നാലും വണ്ടി മെക്കാനിക്കൽ സൈഡ് ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഈ ഒരു വിലക്ക് കിട്ടാവുന്നതിൽ ബെറ്റർ വണ്ടി. അത്ര നമുക്ക് പറയാൻ പറ്റും. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പെയിന്റ് കയറിയിട്ടുണ്ടെന്നുള്ളൂ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ച് അത്രയും പഴക്കമുള്ള വണ്ടിയല്ല. 2006 മോഡലല്ല. ഇതുള്ള അല്ലാതെ വേറെ ഇഷ്യൂസ് ഉള്ള വണ്ടിയൊന്നുമല്ല. അപ്പൊ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വണ്ടികൾ വരാണ്ടേക്കാം. തീർച്ചയായും വണ്ടികൾ ഈ ആഴ്ച അടുത്ത ആഴ്ച ഇനി വണ്ടി കയറിക്കൊണ്ടിരിക്കും. ഇപ്പോഴും വണ്ടികൾ വണ്ടികളനുസരിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഇനി വരാനുള്ള വണ്ടികൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് ഏകദേശം ഐഡിയ കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് വരാനുള്ള ഒരു ബലേനോ ഓട്ടോമാറ്റിക് പറയാനുണ്ട്. പിന്നെ ഒരു വാഗണർ ഓട്ടോമാറ്റിക് CNG കയറാനുണ്ട്. പിന്നെ ഒരു ആസ്പെയർ പെട്രോൾ കയറാനുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വണ്ടികൾ കുറെ വരാനുണ്ട്. പിന്നെ നിങ്ങളിപ്പോ വീഡിയോയിൽ കണ്ട അല്ലാതെ ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. തീർച്ചയായും നമുക്ക് വിളിച്ചാൽ മതി. നമുക്ക് എന്താണ് അവരുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമറായി കിടക്കുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കിടക്കുന്ന അല്ലാതെ കസ്റ്റമറായി കിടക്കുന്ന വണ്ടികളുടെ ലിസ്റ്റ് നമ്മുടെ ഉണ്ട്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഇവിടുന്ന് റെഡിയാക്കി തരുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ഉണ്ടല്ലോ. എക്സ്ചേഞ്ച് ഉണ്ട്. ഏത് വണ്ടി ആയിട്ട് വേണമെങ്കിലും. ഈ പറഞ്ഞ ഫ്ലഡോ മേജർ ആക്സിഡന്റോ അങ്ങനെ കിലോമീറ്റർ ജെന്യൂനിറ്റി അല്ലാത്ത വണ്ടികളോ നമ്മൾ എടുക്കില്ല. അപ്പോൾ അതൊക്കെ അത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് വണ്ടിയാണെങ്കിലും നമുക്ക് ചെയ്യാം. അതിൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ. അപ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുള്ളൂ. ഓൾ കേരള ഫിനാൻസ് ഉണ്ടാവും. ചെയ്യും. ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഡെലിവറി ചെയ്യും നമുക്ക് എവിടെയാണ്? അതൊന്നും കുഴപ്പമില്ല. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ എല്ലായിടത്തും എവിടെ ഉള്ള നമുക്ക് ഡെലിവറി കൊടുക്കാം. എല്ലായിടത്തും വിഷയമില്ല. അപ്പോൾ SA കാർസ് നിങ്ങൾക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും സർവീസ് കിട്ടുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് അഫ്സലിക്ക. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത പുതിയ വണ്ടി വരുമ്പോൾ നമ്മൾ വിളിക്കാം. തീർച്ചയായും. നമ്മുടെ ആൾക്കാർ വെയിറ്റിംഗിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.